KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയർ കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് സംസാരിച്ചത് എന്നായിരുന്നു മേയറുടെ ആദ്യ വാദം. എന്നാൽ ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇത് സീബ്ര ലൈനിന് മുന്നിലൂടെ വന്ന് കുറുകെ ഇട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സിഗ്നലിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. പക്ഷേ അത്തരത്തിലേക്ക് കാർ കുറുകെ ഇട്ടതായി തനിക്കറിയില്ല എന്നൊക്കെയുള്ള വാദം ഒരു ഘട്ടത്തിൽ മേയർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കാർ മുമ്പോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കുറുകെയാണോ എന്നൊന്നും ഓർമ്മയില്ല എന്ന് മറ്റൊരു ഘട്ടത്തിൽ മേയർ പറയുന്നു. ഏതായാലും ഇന്നിപ്പോൾ എന്താണ് ഇതിൽ മേയർക്ക് പറയാനുള്ളത്? ഡ്രൈവറും ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അനുജ, KSRTC ബസ്സിന് യാത്രാ തടസ്സമുണ്ടാക്കി ഈ കാറ് കുറുകെ ഇട്ടില്ല എന്നതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ രാവിലെ പ്രതികരിച്ചത്. ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്നൊരു മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. യാത്രക്കാർക്കോ KSRTC ബസ്സിനോ ഒരു തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരുന്നില്ല അത്തരമൊരു പ്രവൃത്തി ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് വിപരീതമായാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാദങ്ങൾക്ക് വിപരീതമായുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ CCTV ദൃശ്യത്തിൽ തിരുവനന്തപുരം പാളയത്തിന് സമീപമുള്ള സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് KSRTC ബസ് തടഞ്ഞുകൊണ്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും കാൽനട യാത്രക്കാർക്കുള്ള സീബ്ര ലൈനിലാണ് ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏറെ നേരം ഈ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മേയർ പറഞ്ഞത് ഈ ഡ്രൈവറോട് സംസാരിക്കുന്നതിന് വേണ്ടി ബസ് സിഗ്നലിൽ ഉണ്ടായിരുന്നപ്പോൾ കാർ അവിടെ മുന്നിൽ കൊണ്ട് നിർത്തുകയും പിന്നീട് അവിടെ നിന്ന് കാറ് മാറ്റുകയും ചെയ്തു എന്നതാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കൃത്യമായി സീബ്ര ലൈനിൽ ഏറെ നേരം കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് വ്യക്തമാണ്. ഈ ഒരു വാദമാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ അതിൽ പൊരുത്തക്കേട് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഡ്രൈവർക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ വീട്ടിലെത്തി കന്റോൺമെന്റ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. അതിനെതിരെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മേയർ നൽകിയ പരാതിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പരാതി ഉയർന്നു വന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും നിലവിൽ ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് തുടരുകയാണ്. മറ്റൊന്ന്, ഗതാഗത മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ന് തന്നെ ഗതാഗത മന്ത്രിക്ക് KSRTC CMD റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഈ ഡ്രൈവർ യദുവിനോട് ജോലിയിൽ തുടരേണ്ട, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന നിർദ്ദേശമാണ് നിലവിൽ KSRTCയും നൽകിയിരിക്കുന്നത്. അനുജ, അതാണ് മേയർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് തെറ്റ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയവും ചർച്ച ചെയ്തു എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മേയർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, മേയർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് പാർട്ടി.